ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. നോക്കുക, മെയിനായിട്ടൊരു റൂട്ട്, അതിൽ കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ചസ്. ഇറ്റ് ഈസ് എ റൂട്ട് സിസ്റ്റം കൺസിസ്റ്റിംഗ് ഓഫ് എ ടാപ്പ് റൂട്ട് ഗ്രോവിങ് ഡൗൺവേർഡ് ഫ്രം ദ ബേസ് ഓഫ് ദ സ്റ്റെം. അതായത് സ്റ്റെമ്മിൽ നിന്ന് നേരെ താഴോട്ട് മെയിനായിട്ടൊരു റൂട്ട്, അതിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ചസ് ആയിട്ട്, ആൻഡ് ബ്രാഞ്ചിങ് റൂട്ട്സ് ഗ്രോവിങ് ഫ്രം ഇറ്റ്. എന്നിട്ട് അതിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ചസ് ആയിട്ട് വളരുക. അപ്പോൾ അതിന് എക്സാമ്പിളാണ് മാംഗോ ട്രീ, ജാക്ക് ഫ്രൂട്ട് ട്രീ. അതായത് നമ്മളെ മാവ്, ചക്ക, ഇതൊക്കെ, അതായത് പ്ലാവ്, മാവ്, ഇതൊക്കെ ടാപ്പ് റൂട്ട് സിസ്റ്റമാണ്. അപ്പോൾ ടാപ്പ് റൂട്ട് സിസ്റ്റം റെറ്റിക്കുലേറ്റ് വിനേഷൻ ആണ് എന്നുള്ളത് മിസ് അവിടെ തന്നെ പറഞ്ഞു തന്നു. ഇനി ഫൈബ്രസ് റൂട്ട് സ്റ്റെമ്മിൽ നിന്ന് നേരെ ഡയറക്റ്റായിട്ട് താഴോട്ട് നിങ്ങൾക്ക് കാണാം അല്ലേ. അപ്പോൾ ഇത് പാരലൽ വിനേഷനായിട്ടാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇറ്റ് ഈസ് വൺ വിച്ച് മെനി ലൈക്ക് റൂട്ട്സ് ഗ്രോ ഫ്രം ദ ബേസ് ഓഫ് ദ സ്റ്റെമ്മിൻ്റെ ബേസിൽ നിന്ന് താഴോട്ടാണ്. പ്ലാന്റ്സ് ബിലോങ്ങിങ് ടു ദ ഗ്രാസ് ഫാമിലി ഹാവ് എ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. അപ്പോൾ ഒരുവിധം എല്ലാ പുൽച്ചെടികളും നമ്മൾ ഫൈബ്രസ് റൂട്ട് സിസ്റ്റത്തിലാണ്. ഫൈബ്രസ് റൂട്ട് സിസ്റ്റത്തിൻ്റെ വിനേഷൻ പാരലൽ വിനേഷനാണ്. അതുപോലെ അത് ഡൈക്കോട്ടും മോണോക്കോട്ടും ആണ് എന്നുള്ളതും മിസ് പറഞ്ഞു തന്നു. ഇനി നെക്സ്റ്റ് ഇവിടെ ഒരു ടേബിളാണ് തന്നത്. ഇപ്പോൾ നമ്മൾ പഠിച്ച കാര്യം, പ്ലാന്റ്, അതിൻ്റെ വിനേഷൻ ഏതാ, റൂട്ട് സിസ്റ്റം ഏതാ. ഗ്രീൻ ഗ്രാം റെറ്റിക്കുലേറ്റ് വിനേഷനാണ്. റെറ്റിക്കുലേറ്റ് വിനേഷൻ ആകുമ്പോൾ അത് ടാപ്പ് റൂട്ട് തന്നെ ആയിരിക്കും അല്ലേ. ഗ്രാസ് പാരലൽ വിനേഷനാണ്, ഫൈബ്രസ് റൂട്ട്. ജാക്ക് ഫ്രൂട്ട് ട്രീ റെറ്റിക്കുലേറ്റ് വിനേഷനാണ്, ടാപ്പ് റൂട്ട്. കോക്കനട്ട് ട്രീ പാരലൽ വിനേഷൻ, ഫൈബ്രസ് റൂട്ട്. ഇത് മിസ് പറഞ്ഞു തന്നു. റെറ്റിക്കുലേറ്റ് വിനേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ റൂട്ട് സിസ്റ്റം ടാപ്പ് റൂട്ട് ആയിരിക്കും. നോർമലി നമുക്കൊരു ലീഫ് കാണാൻ, അതായത് നോർമലി ലീഫാണ് നമ്മൾ കാണുക, റൂട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ആ ലീഫ് വെച്ചിട്ട് അതിൻ്റെ റൂട്ട് ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് പറ്റും. അതാണ് ഇങ്ങനെ മിസ് പറഞ്ഞത്. ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കാരണം അതാണ് കേട്ടോ. ഇനി ഇതുവരെ നമ്മൾ പഠിച്ച റൂട്ടുകളൊക്കെ മണ്ണിനടിയിലാണ്. ഇനി എബോവ് ദ റൂട്ട്, മണ്ണിന് മുകളിലുള്ള റൂട്ടുകളാണ് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ പ്രോപ്പ് റൂട്ട് എന്ന് പറയുന്നത് നമ്മളെ ബനിയൻ ട്രീ, നമ്മളെ ആൽമരത്തിൽ നമ്മൾ ഊഞ്ഞാലാടാനൊക്കെ ഉപയോഗിക്കുന്ന വേരുണ്ട്. നോർമലി അതിന് താഴെയുള്ള റൂട്ട് ഉണ്ടാവും, പക്ഷേ ആ റൂട്ട് കൊണ്ട് ഈ വലിയ ആൽമരത്തിനെ നമുക്ക് നിലനിർത്താൻ കഴിയില്ല. അപ്പോൾ അതിൻ്റെ ബ്രാഞ്ചിൽ നിന്ന്, കൊമ്പിൽ നിന്ന് താഴോട്ട് വരുന്ന ഈ റൂട്ടിനെ നമ്മൾ പ്രോപ്പ് റൂട്ട് എന്ന് പറയും. അപ്പോൾ എബോവ് ദ സോയിലാണ്, മണ്ണിന് മുകളിലുള്ള റൂട്ടാണ്. അപ്പോൾ ബ്രാഞ്ചിൽ നിന്ന് ഡൗൺവേർഡായിട്ട് താഴോട്ട് വരുന്ന ഈ റൂട്ടിനെ നമ്മൾ പ്രോപ്പ് റൂട്ട് എന്ന് വിളിക്കും. ഇനി സ്റ്റിൽട്ട് റൂട്ട് പറഞ്ഞാൽ സ്റ്റെമ്മിൽ നിന്ന് താഴോട്ട് വരുന്ന ഈ റൂട്ടിനെയാണ് നമ്മൾ സ്റ്റിൽട്ട് റൂട്ട് എന്ന് പറയുക. ഇനി ക്ലിങ്കിങ് റൂട്ട്, നമ്മൾ കുരുമുളക് പോലുള്ള ചെടികൾ മരത്തിൽ പറ്റി പിടിച്ചാണ് വളരുക. അപ്പോൾ മരത്തിൽ പറ്റി പിടിക്കുമ്പോൾ അവിടെ കുഞ്ഞു കുഞ്ഞു വേരുണ്ടാവും, അതിനെയാണ് ക്ലിങ്കിങ് റൂട്ട് എന്ന് പറയുക. ഇനി മാംഗ്രോവ്സ്, കണ്ടൽക്കാടുകൾ, മാഷി ഏരിയ എന്ന് പറഞ്ഞാൽ ചതുപ്പ് നിലയങ്ങളിലാണ് നമ്മൾ മാംഗ്രോവ്സ്, കണ്ടൽക്കാടുകൾ കാണുക. അപ്പോൾ ഈ ചതുപ്പ് നിലയങ്ങളിൽ ഓക്സിജൻ്റെ അളവ് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ റൂട്ട് എന്ത് ചെയ്യും, അറ്റ്മോസ്ഫിയറിലോട്ട് പൊക്കി നിർത്തുകയാണ് ചെയ്യുക. അപ്പോൾ ഈ മാംഗ്രോവ്സിൻ്റെ റൂട്ടുകളാണ് ഈ കാണുന്നത്. ഇത് അന്തരീക്ഷത്തിലേക്ക് പൊങ്ങിക്കിടക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിനെ നമ്മൾ ന്യൂമാറ്റോഫോഴ്സ് എന്ന് പറയുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 4 റൂട്ടുകൾ, ഇത് എബോവ് ദ സോയിലാണ്, മണ്ണിന് മുകളിലുള്ള റൂട്ടുകളാണ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഓൾദോ റൂട്ട്സ് ആർ യൂഷ്വലി ഗ്രോൺ ഫ്രം ദ റാഡിക്കിൾ നിന്നാണ് നമ്മൾ ഒരു റൂട്ട് വരുന്നത്. ആദ്യമായിട്ട് വരുന്ന റൂട്ടിനെയാണ് റാഡിക്കിൾ എന്ന് വിളിച്ചത്. സം റൂട്ട്സ് ആർ ഫോംഡ് ഫ്രം സ്റ്റെംസ്, ബ്രാഞ്ചസ്. ചില റൂട്ടുകൾ സ്റ്റെമ്മിൽ നിന്നും അതുപോലെ ബ്രാഞ്ച് കൊമ്പിൽ നിന്നൊക്കെയാണ് ഉണ്ടാവുന്നത്. ദേ ആർ പ്രോപ്പ് റൂട്ട്, അങ്ങനെയുള്ള റൂട്ടിനെയാണ് നമ്മൾ പ്രോപ്പ് റൂട്ട്, സ്റ്റിൽട്ട് റൂട്ട്, ക്ലിങ്കിങ് റൂട്ട് എന്നൊക്കെ പറയുന്നത്. ന്യൂമാറ്റോഫോഴ്സ് ആർ എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് റൂട്ട് ഫൗണ്ട് ഇൻ മാംഗ്രോവ്സ് എന്ന് പറഞ്ഞാൽ കണ്ടൽക്കാടുകളിൽ കാണുന്ന ഒരു ടൈപ്പ് റൂട്ടാണ്, അതായത് അവരുടെ റൂട്ടാണ് ന്യൂമാറ്റോഫോഴ്സ്. ദ ടിപ്സ് ഓഫ് ദീസ് റൂട്ട്സ് റൈസ് ഫ്രം ദ സോയിൽ ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ. ദേ ആർ നോൺ ആസ് ബ്രീത്തിങ് റൂട്ട്സ് ആസ് ദേ ഹെൽപ്പ് ഇൻ ദ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. അതായത് മാഷി ഏരിയ, ചതുപ്പ് നിലയങ്ങളിൽ ഓക്സിജൻ്റെ അളവ് കുറവായതുകൊണ്ടാണ് അതിൻ്റെ റൂട്ടിനെ അന്തരീക്ഷത്തിലോട്ട് പൊക്കി നിർത്തുന്നത്. അപ്പോൾ മാംഗ്രോവ്സിൻ്റെ റൂട്ട് ന്യൂമാറ്റോഫോഴ്സ് ആണ്, അത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്രോപ്പ് റൂട്ട് ബനിയൻ ട്രീയിൽ ഗ്രോ ഫ്രം ദ സ്റ്റെം ടു സപ്പോർട്ട് ദ പ്ലാന്റ്. ആ പ്ലാന്റിനെ സപ്പോർട്ട് ചെയ്യാനാണ് പ്രോപ്പ് റൂട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. സ്റ്റിൽട്ട് റൂട്ട് ഗ്രോ ഫ്രം ദ സ്റ്റെം ടു ആങ്കർ ദ പ്ലാന്റ് ടു ലൂസ് ഇൻ ദ സോയിൽ. കോൺ പ്ലാന്റ്, സ്റ്റിൽട്ട് റൂട്ടിന് എക്സാമ്പിളാണ് കോൺ പ്ലാന്റ്, നമ്മളെ ചോളം ചെടി. അത് മണ്ണിൽ അതിനെ നിലനിർത്താൻ വേണ്ടിയിട്ട്, അതായത് ലൂസായിട്ടുള്ള സോയിലായിരിക്കും, അപ്പോൾ അതിൻ്റെ മുകളിൽ അതിനെ നിർത്താൻ വേണ്ടിയിട്ട്. ക്ലിങ്കിങ് റൂട്ട്
അറ്റാച്ച് ടു സർഫേസ് ടു ഹെൽപ്പ് ദ പ്ലാന്റ് ക്ലൈംബ്. നമ്മൾ കുരുമുളക് ചെടിയൊക്കെ മരത്തിൽ പറ്റി പിടിച്ചാൽ വളരുക. അപ്പോൾ ആ പറ്റി പിടിച്ച് വളരാൻ വേണ്ടിയിട്ട് ആണ് ക്ലിങ്കിങ് റൂട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പെപ്പർ പ്ലാന്റ്, ഇംഗ്ലീഷ് ഐവി ഈ 2 പ്ലാന്റ്സിലും അതാണ് വരുന്നത് കേട്ടോ.